ഈ വാർത്താ സായാഹ്നത്തിലെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ട വയനാട് DCC നേതൃത്വത്തിനെ പ്രതിക്കൂട്ടിലാക്കിയ ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസിനും DCC നേതൃത്വത്തിനും IC ബാലകൃഷ്ണനും എതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് NM വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. തെളിവ് എവിടെയെന്ന് ചോദിച്ച IC ബാലകൃഷ്ണന് ഈ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് DCCക്ക് ഒക്കെ പ്രഹരമായിരിക്കുകയാണ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്ന ഈ ആത്മഹത്യാക്കുറിപ്പ്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്യുമ്പോൾ ആ വാർത്ത വ്യാജമാണ് എന്നാണ് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞത്. എന്നാൽ ഇതാ IC ബാലകൃഷ്ണന്റെ പേര് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് NM വിജയൻ എന്ന ട്രഷറർ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. നിയമനത്തിന് പണം വാങ്ങാൻ IC ബാലകൃഷ്ണൻ MLAയും DCC അധ്യക്ഷൻ ND അപ്പച്ചനും ആവശ്യപ്പെട്ടുവെന്ന് കത്തിൽ പറയുന്നു. KPCC നേതൃത്വത്തിന് എല്ലാം അറിയാം. അരനൂറ്റാണ്ട് പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു. മകളെയെങ്കിലും രക്ഷിക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരനെ അഭിസംബോധന ചെയ്ത് കുറിപ്പിൽ പറയുന്നു. നേതൃത്വം നടപടി സ്വീകരിക്കാത്തത് മൂലമാണ് കത്ത് പുറത്തുവിട്ടതെന്ന് കുടുംബം പറഞ്ഞു. ആദ്യം കുടുംബത്തിന്റെ പ്രതികരണം കേൾക്കാം. എന്നോട് നേരിട്ട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അവസാനമായിട്ട് എന്നോട് പറഞ്ഞ വാക്കുകളാണ്, ഞാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് മാത്രമാണ് ലാസ്റ്റ് എന്നോട് സംസാരിച്ചത്. പിന്നെ ഈ കത്ത് കാണുമ്പോഴാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. പക്ഷെ അച്ഛൻ ഇത് സംഭവിച്ചപ്പം തന്നെ നമ്മളോട് ഒരുപാട് പാർട്ടിക്കാരെന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ചെറിയൊരു പാർട്ടിക്കാർ തന്നെ നമ്മളെ കുടുംബത്തിനെ വരെ തിരിച്ചു വിട്ടിട്ട് കുടുംബയോഗം വിളിച്ച് ഞങ്ങൾക്കെതിരെ സംസാരിക്കണം എന്ന് പോലും പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അച്ഛൻ അവരോട് പൈസ മേടിക്കാൻ ലാസ്റ്റ് സമയം വന്നിട്ടുണ്ടായിരുന്നു. അവർ 2 ലക്ഷം രൂപ ആരോ ചെക്ക് ഒപ്പിട്ട് കൊടുത്തു, അങ്ങനെ എന്തൊക്കെയോ ഒരു കഥകൾ അവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾ ആദ്യം സംസാരിച്ചതിന് ശേഷമാണ് ഇവർക്ക് കത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞങ്ങളോട് പറഞ്ഞത് സഹായിക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. റിപ്പോർട്ടർ TV ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ മുതൽ ഇത് വ്യാജ വാർത്തയാണെന്നും കത്ത് വ്യാജമാണെന്നുമുള്ള നിലപാടാണ് DCC നേതൃത്വവും ഒപ്പം IC ബാലകൃഷ്ണൻ MLAയും എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് IC ബാലകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് ഒരു ഇടപാടുകളും നിൽക്കാത്ത ഒരാളാണ് ഞാൻ. ഒരു കത്തിൻ്റെ പേരിൽ അങ്ങനൊരു ആരോപണങ്ങൾ എൻ്റെ തറയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. പണം കൊടുത്തെന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നിവിടെ ഉണ്ടല്ലോ. ഏതെങ്കിലും ടീമായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? പണം വാങ്ങിച്ചിട്ട് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായി നിയമപരമായുള്ള അന്വേഷണത്തിന് നേരിടാമെന്ന് തീരുമാനമെടുത്തത്. എന്താണ് NM വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പെന്ന് കൂടി പരിശോധിക്കാം. ആശുപത്രിയിലിരിക്കുമ്പോൾ മക്കളുടെ കയ്യിൽ ഇത് KPCCയുടെ നേതൃത്വത്തിന് 5 നേതാക്കൾക്ക് അയച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ കത്താണ്. ഈ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റും സ്ഥിരീകരിച്ചു. KPCC പ്രസിഡന്റിന് NM വിജയൻ കത്തെഴുതിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും NM വിജയൻ പാർട്ടിയായിട്ടുള്ള ഒരു ഉടമ്പടിയും പുറത്തുവിട്ടത് റിപ്പോർട്ടർ TVയാണ്. അന്നത് വ്യാജ വാർത്തയാണെന്നും വ്യാജ കത്താണ് എന്നുമാണ് IC ബാലകൃഷ്ണനും DCC നേതൃത്വവും പ്രതികരിച്ചത്. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 6 പേജുള്ള കത്താണ് NM വിജയൻ എഴുതുന്നത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ അവർക്ക് എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങുന്ന കത്താണ്. സർ, എൻ്റെ പേര് NM വിജയൻ. നിലവിൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം 1970 മുതൽ 10 വർഷം സുൽത്താൻ ബത്തേരി മണ്ഡലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പഠിക്കുന്ന സമയത്ത് സജീവ KSU പ്രവർത്തകൻ, മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എൻ്റെ കോളേജിൻ്റെ സഹപാഠി തുടങ്ങിയ വിശേഷങ്ങളോടുകൂടി തൻ്റെ കോൺഗ്രസ് ബന്ധം ഉറപ്പിക്കുകയാണ്. എന്താണെന്ന് പറയുകയാണ് ട്രഷററായ NM വിജയൻ. പഠിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ കോൺഗ്രസ് കുടുംബത്തിൽ മാത്രം കഴിഞ്ഞ, കോൺഗ്രസിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ NM വിജയൻ എന്ന ജില്ലാ ട്രഷററാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവഗണന മൂലം IC ബാലകൃഷ്ണനും DCC ട്രഷററും നടത്തിയ ചില നീക്കങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തത് എന്നതാണ് ആരോപണം. 2ാമത്തെ പേജ് മുതലാണ് യഥാർത്ഥത്തിൽ IC ബാലകൃഷ്ണന്റെ പേരടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ആരംഭിക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് എഴുതിയതാണ്, ആത്മഹത്യാക്കുറിപ്പാണ്. അതിൽ പറയുന്നത് നോക്കൂ. അന്നത്തെ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നതിന് ഞാൻ പോലും അറിയാതെ, അന്ന് DCC ട്രഷററായ NM വിജയൻ പോലും അറിയാതെ, മകനെ നിയമിക്കാതെ ICയുടെ താല്പര്യത്തിനനുസരിച്ച് നിയമിച്ച് തൻ്റെ മകനെ അർബൻ ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ദിവസവേതാടിസ്ഥാനത്തിൽ ജോലിയുടെ ആളെ പിരിച്ചുവിട്ട് പകരമായി മറ്റൊരാളെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ DCC ട്രഷറർ പോലും അറിയാതെ നിയമനം നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്
ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പണവിഹിതം വെച്ചതിൽ ഏറ്റക്കുറച്ചിൽ കാരണമാണ് ബാങ്ക് വിവാദ വിഷയമായതെന്നതാണ് സത്യം. PTS നിയമനത്തിന് പോലും 25 ലക്ഷം കൈപ്പറ്റി എന്നാണ് പൊതുസംസാരം എന്നുകൂടി പറയുന്നു. നിയമനത്തിന് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി എന്ന ഗുരുതര ആരോപണമാണ് IC ബാലകൃഷ്ണനെതിരെയും DCCക്കെതിരെയും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല ഇതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, പല പല ഘട്ടങ്ങളിലായിട്ട് പണം വാങ്ങുന്നതിനെക്കുറിച്ച് IC ബാലകൃഷ്ണനെതിരെയുള്ള വിമർശനമുണ്ടാവുന്നു. അതിൽ നോക്കൂ, 32 ലക്ഷം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതകളെല്ലാം തീർത്തു. 65 ലക്ഷം രൂപ ലോണായി മാറിയിരിക്കുന്നു. ആരും സഹായിക്കാത്തതുകൊണ്ടാണ് കൊല്ലത്തിൽ ലോൺ പലിശയടക്കം പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലോൺ വിവരം എൻ്റെ മക്കൾക്ക് പോലും അറിയില്ല. വീട് ജപ്തി ചെയ്താൽ ഞാനും മകളും റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. എൻ്റെ മകന് ജോലി പോലും നൽകാതെ പിരിച്ചുവിട്ട അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ റോഡിലിറങ്ങി തെണ്ടേണ്ടി വരും എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ മരണശേഷം എൻ്റെ മക്കളെയെങ്കിലും ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ പാർട്ടി ആ ലോൺ ഏറ്റെടുക്കണമെന്ന് എഴുതിത്തള്ളണമെന്ന് അറിയിക്കുന്നു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ പറഞ്ഞ് നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായ ശ്രീ മധു സെബാസ്റ്റ്യൻ നിയമനത്തിന് സെക്രട്ടറി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നതിൽ DCCയുടെ പ്രവർത്തനാവശ്യവുമായി 7 ലക്ഷം രൂപ ബത്തേരി ബാങ്കിൽ നിയമനത്തിന് നെന്മേനി പഞ്ചായത്തിലും മുൻ പഞ്ചായത്ത് മെമ്പറും വാങ്ങിയെടുത്തിട്ടുണ്ട്. അർബൻ ബാങ്ക് നിയമനം വിവാദമായപ്പോൾ ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. IC ബാലകൃഷ്ണന് 2 ലക്ഷം രൂപ എത്തിച്ചു കൊടുത്തു. തൽക്കാലം ഇതെല്ലാം ചെയ്ത് അവധി പറഞ്ഞിരിക്കുന്നു. ഇതുവരെ അത് തിരിച്ചു കൊടുക്കാൻ IC ബാലകൃഷ്ണന് സാധിച്ചിട്ടില്ല. കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ അത് പൂർത്തിയായിട്ടില്ല. അതായത് നിയമനത്തിന് വേണ്ടി IC ബാലകൃഷ്ണൻ വാങ്ങിയ പണം IC ബാലകൃഷ്ണൻ തിരികെ നൽകിയിട്ടില്ല. അതുമൂലം താൻ കടക്കാരനായി മാറുന്ന അവസ്ഥയുണ്ടാവുന്നു. 65 ലക്ഷം രൂപ ലോൺ ഉണ്ട് തനിക്ക്. അത് പാർട്ടി ആവശ്യപ്പെട്ടത് വിവിധ ഘട്ടങ്ങളിൽ എടുത്തിരിക്കുന്ന ലോണാണ് എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വീട്, കുടുംബത്തിൽ നിന്നുള്ള ഞാൻ മരിക്കേണ്ടി വരും. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കളും മാത്രമായിരിക്കും എന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇതിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അറിയുന്ന കോൺഗ്രസ് ലീഗൽ സെൽ വക്കീലായ TR ബാലകൃഷ്ണനെ വക്കാലത്തേൽപ്പിച്ച വിവരങ്ങൾ ഒന്നും എൻ്റെ മക്കൾക്ക് ഈ വിവരം അറിയില്ല. ഇതിൽ DCC പ്രസിഡന്റിന്റെ പേര് കൂടി പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് 15 ലക്ഷത്തിനാണ് കേസ് കൊടുത്തതിലുള്ളത്. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുവാൻ KK ഗോപിനാഥനോ ND അപ്പച്ചനോ സാധിച്ചിട്ടില്ല. ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും അത്തരം പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കത്തിൽ പറയുന്നത്. മാത്രവുമല്ല ഇതിൽ പരിഹാരമുണ്ടാക്കി തരണമെന്ന് കൂടി പറയുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, IC ബാലകൃഷ്ണൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനത്തിന് പണം വാങ്ങിയിട്ടുണ്ട്. പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ആ പണത്തിൻ്റെ വിഹിതം താൻ IC ബാലകൃഷ്ണൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ IC ബാലകൃഷ്ണൻ തരാമെന്ന് പറയുന്നതല്ലാതെ തന്നിട്ടില്ല. IC ബാലകൃഷ്ണൻ തന്നെ ചതിച്ചു. ഈ പ്രശ്നം ലീഗൽ സെല്ലിനടക്കം അറിയാവുന്നതാണ്. DCCയുടെ പ്രസിഡന്റിനും ഈ വിവരം അറിയാം. ഒപ്പം തന്നെ DCC മുൻ പ്രസിഡന്റായ IC ബാലകൃഷ്ണൻ MLAക്കും ഈ വിവരം അറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ഇത് താങ്ങാൻ കഴിയാത്തതാണ്. പണം വീതം വെച്ചതിൽ ഏറ്റക്കുറച്ചിൽ കാരണമാണ് ബാങ്ക് വിവാദമായിരിക്കുന്നത് എന്നതുകൂടി പറയുന്നു. തീർച്ചയായിട്ടും ഈ കത്തിൽ IC ബാലകൃഷ്ണനെതിരെ DCC പ്രസിഡന്റിനെതിരെ KPCCക്ക് പരാതിയായിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. 5 ദിവസം ഈ കത്ത് KPCC പ്രസിഡന്റ് കണ്ട് മറുപടി നൽകിയില്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് നൽകണം 10ാം ദിവസം എന്നാണ് കോൺഗ്രസിനുമായി സജീവ ബന്ധമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യയ്ക്ക് മുമ്പ് എഴുതിയിരുന്നത്. KPCC പ്രസിഡന്റ് ആ കത്ത് തുറന്നു പോലും നോക്കിയില്ല എന്നതാണ് നമ്മൾ കണ്ടത്. ഒരിക്കൽ കൂടി നമുക്ക് ആ KPCC പ്രസിഡന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഈ കത്ത് KPCC പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. ഉള്ളടക്കമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തൻ്റെ കോൺഗ്രസ് ബന്ധം പറയുന്നു. IC ബാലകൃഷ്ണൻ വിവിധ പുതാടിയിലും അതേപോലെ സുൽത്താൻ ബത്തേരി അടക്കമുള്ള ബാങ്കുകളിൽ, കൽപ്പറ്റ അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിയമനത്തിന് വേണ്ടി പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആ നിയമനം നടക്കാത്ത സാഹചര്യത്തിൽ പണം തിരികെ കൊടുക്കാൻ IC ബാലകൃഷ്ണൻ തയ്യാറായിട്ടില്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തെ പലതവണ അറിയിച്ചെങ്കിലും 65 ലക്ഷം രൂപയുടെ ബാധ്യത, തൻ്റെ വീട് ജപ്തി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇതെല്ലാം പാർട്ടിയും പാർട്ടിയിലെ നേതാക്കളും അറിഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കത്ത് പരിശോധിച്ച് ഉടൻ പാർട്ടി നടപടിയെടുത്ത ജപ്തിയിൽ നിന്നെങ്കിലും തൻ്റെ വീടിനെ രക്ഷിക്കണം, തൻ്റെ മകളും താനും വഴിയാധാരമാകുന്നതിൽ നിന്ന് പാർട്ടി രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ടുള്ള കത്താണ് KPCC പ്രസിഡന്റിന് DCC ട്രഷറർ മരണത്തിന് മുമ്പായി